തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്കെതിരെ പ്രചാരണം നടക്കുന്നുവെന്ന് യുവ നേതാവ് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പരിഹാസവും വിമർശനവും ഒക്കെ ഉയരുന്നുണ്ട്. അതിനു പുറമെ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി ബന്ധുക്കൾ അടക്കം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത്, അവതരിപ്പിക്കപ്പെട്ടത്? ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഈ വിമർശനം ഉന്നയിച്ചത്. അതായത് പ്രത്യക്ഷമായി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അത് തെറ്റായ നടപടി എന്നുള്ള രീതിയിലല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം CPM-നെതിരെ പാർട്ടിക്കെതിരെ ഈ സ്ഥാനാർത്ഥിത്വം പ്രചാരണ ആയുധമാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് യുവ നേതാവ് കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. അപ്പോഴേക്കും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈ MV ഗോവിന്ദൻ അതിന് കൃത്യമായി തന്നെ മറുപടി നൽകുകയും ചെയ്തു. അതായത് DYFI നേതാവ് ആയ P.K. ശ്യാമളയാണ് താൻ വിവാഹം കഴിച്ചത്. അന്നു മുതൽ കല്യാണത്തിന്റെ ആ സമയം മുതൽ പാർട്ടി പ്രവർത്തകയാണ്. പിന്നീട് പല സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഇങ്ങനെ ഒരു കുടുംബപരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം സജീവ ചർച്ചയായി എന്നുള്ളതാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം KK ശൈലജയ്ക്ക് പേരാവൂരിലേക്ക് സ്ഥാനാർത്ഥിത്വം നൽകി ഒതുക്കി എന്നുള്ളതായിരുന്നു. അത് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ആയില്ല. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു യുവ നേതാവാണ് ഈ വിഷയം ഉന്നയിച്ചത്. അത് ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടല്ല ശ്യാമള സ്ഥാനാർത്ഥിയാവുന്നത് എന്ന തരത്തിലൊരു വിശദീകരണം അവിടെ ഉണ്ടായി എന്ന രീതിയിലൊക്കെ സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാവുന്നു. സ്റ്റെഫിൻ, ഈ P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നമുക്കറിയാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ പരിഹാസം, പുച്ഛം ഇതൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെ പാർട്ടിക്ക് അവഗണിക്കാം. പക്ഷേ യുവ നേതാവിന്റെ ഭാഗത്തു നിന്ന്, അതായത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന യുവ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായാൽ അത് കണ്ടില്ലെന്ന് നടിച്ച് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവുമോ? ഒപ്പം ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചൊരു സംസാരം പോലും അവിടെ വന്നില്ല എന്നതും ശ്രദ്ധേയമല്ലേ? തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിമർശനം ഉയർന്നു വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ, പ്രവർത്തകർ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നൽകിയത്, പ്രത്യേകിച്ചും 2 ടേം വ്യവസ്ഥ പലയിടത്തും പാർട്ടി സംസ്ഥാന നേതൃത്വം സോണും വഴിയാണ് നടപ്പിലാക്കിയത് എന്നുള്ള കാര്യമൊക്കെ തന്നെ വിമർശനാത്മകമായി വന്നിരുന്നു. കാരണം പലപ്പോഴും ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ MM മണിയുടെ പേര് അവിടെ 2 ടേം വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ 2 ടേം വ്യവസ്ഥ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ പേരിന് ബാധകമല്ലായിരുന്നു. അവിടെ AN ഷംസീറിനെ 2 ടേം വ്യവസ്ഥ പറഞ്ഞുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. ഇതെല്ലാം തന്നെ വലിയ ചർച്ചയാകുന്നതിനിടയ്ക്കാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ പ്രാധാന്യത്തോടുകൂടി എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും KK ശൈലജയെ പേരാവൂരിലേക്ക് സ്ഥാനാർത്ഥം മാറ്റിയതിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഒരു അമർഷം, അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ ആ ഒരു പ്രതിഷേധമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. KK ശൈലജയുടെ ശരീരഭാഷയിലും സംസാരത്തിലുമെല്ലാം ആ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർട്ടിക്ക് അർഹിച്ച ഒരു മത്സരമാണ് അവിടെ ഇനി നടത്താൻ പോകുന്നത് എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഉള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. പ്രാദേശിക വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങളുമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊന്നും മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ യോഗം ചേർന്ന് തീരുമാനമെടുത്തത്.